എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം മത്തി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഫ്രഷ് മത്തി എടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഞാനൊരു 4 കുടംപുളി ഇട്ട് നമ്മുടെ സാധാ വെള്ളത്തിൽ ചൂടുവെള്ളത്തിട്ട് വെച്ച് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ ആയതാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ആ വെള്ളം മാത്രം മതി. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം മീൻകറി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുടംപുളി ഇട്ട് വെച്ചിരുന്നാൽ ഒന്നും ചെയ്യൂല. അപ്പം അതിൽ നിന്ന് 2 സ്പൂൺ വെള്ളം എടുക്കുക നമുക്ക് ആവശ്യത്തിന്. അപ്പം ഞാൻ 200 ഗ്രാം മത്തിക്ക് ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഒരു ഫുൾ ടേബിൾ സ്പൂണ് നമ്മുടെ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പം ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാനൊന്ന് ചെയ്യാൻ പോണത്. അപ്പം ആദ്യം നമ്മളിത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് എണ്ണയില്ലാതെയാണ്. നമ്മൾ എണ്ണ ഒന്നും ചെയ്യുന്നില്ല. അതൊരു പഴയ സ്റ്റൈലാണ്. ഞാൻ വളരെ റിസർച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു പഴയ സ്റ്റൈലാണ്. ഇതാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പുതിയ മോഡേൺ ലൈഫിൽ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും മൂന്നും ഇട്ടിട്ട് നമ്മളൊരു പാൻ എടുത്ത് നല്ല അടിയിൽ നല്ല കനമുള്ള പാനാണെങ്കിലും മസാല പൊടിഞ്ഞു പോകും. നല്ല ഉപ്പൊക്കെ നല്ല അരിയണം. സ്ലോ ഫയറിലിട്ട് നല്ല വറക്കണം എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റോളം വെരി വെരി സ്ലോ ഫയറിൽ മാറ്റി വരുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് നമുക്ക് ചെറിയൊരു കളർ ചേഞ്ച് മണമൊക്കെ വരും. നമ്മുടെ ചില്ലിയൊക്കെ വറുത്തതിൻ്റെ മണം വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ 2 സ്പൂണിൻ്റെ അളവിൽ നമ്മുടെ കുടംപുളി നമ്മൾ ആഡ് ചെയ്യാം. നല്ല റോസ്റ്റ് ആവണേ. ഓൾമോസ്റ്റ് ഒരു 5 to 8 മിനിറ്റ്സ് അങ്ങനെ ആലോല്ല 8 മിനിറ്റ് ആവും. സ്ലോ ഫയറിൽ വെച്ച് നല്ല കട്ടിക്ക് നമ്മൾ ഫ്രൈ ചെയ്യുക, നല്ല റോസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു 200 ഗ്രാം മത്തിയായതുകൊണ്ടാണ് ഇത്ര അളവ്. പിന്നെ ആവശ്യമുള്ളവർക്ക് എരിവ് നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ 2 സ്പൂൺ വെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്തു. പുളിയുടെ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. വാളംപുളി യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ അതിനത് കുറച്ച് മതി പുളി. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇത്രയും നമ്മുടെ സോട്ട് ചെയ്ത് നമ്മുടെ സാധാ മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ട് വെച്ചതിന് ശേഷം അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടല്ലോ നല്ല വറ്റിയിട്ടുണ്ട്. പിന്നെ ശകലം നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. എനിക്ക് തോന്നുന്ന ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നു. കണ്ടോ, അര ഗ്ലാസ് വെള്ളം നമ്മൾ അതിലൊഴിച്ചിട്ട് നമ്മൾ നല്ലോണം ആ മസാലയെല്ലാം നല്ലോണം എല്ലായിടത്തും ചേർക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ മത്തി എടുത്ത് ഇതിനകത്ത് ഇടുക. അപ്പം ഇതിനകത്ത് ചേർന്നിരിക്കുന്ന മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, പിന്നെ പുളി, ഇത്രയും സാധനമേ ഉള്ളൂ. വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ല. പിന്നെ നമുക്ക് വേണ്ടത് മത്തിയാണ്. അപ്പം ഇത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഓപ്ഷണലാണ്. എണ്ണയൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് നല്ല ഓപ്ഷണലാണ്. സോ നല്ല ടേസ്റ്റും കൂടിയാണ്. പിന്നെ കടുകും ഫാറ്റിയാണ്. ഇപ്പോൾ വെയിറ്റ്ലെസ് ആയിട്ട് ആഗ്രഹിക്കുന്നവർ ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്ലോ ഫയറിലിടണം. മസാല ഇങ്ങനെ എല്ലായിടത്തും പോകണം. നമ്മൾ മുകളിൽ സാധാരണ നമ്മളെ ആ മസാല, ആ പുളിയും മുളകും എല്ലാ സ്ഥലത്തും പോയി ഇനി സ്ലോ ഫയറിൽ നിന്ന് പറ്റണം. ഇത് നല്ലോണം പറ്റിച്ച് അത് ക്ഷമയോടുകൂടി ചെയ്യാൻ. പെട്ടെന്നൊന്നും ആവില്ല. സ്ലോ ഫയറിലിട്ട് ചെയ്യണം. ഒരു 10-15 മിനിറ്റോളം ചെയ്യണം. 10-15 മിനിറ്റ് ഫിഷ് കുക്കായി കഴിയും. നല്ല ഡ്രൈ ആയി കണ്ടല്ലോ. നല്ല ഈ മസാല ഒന്നുകൂടെ എടുത്ത് പുരട്ടി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. തവിയിട്ടൊന്ന് ഇളക്കി കളഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ നമ്മൾ ഇളക്കി അതിലിങ്ങനെ മൊത്തത്തിൽ മീൻസ് ആ മസാലയൊക്കെ ചേർത്ത് ആ സൈഡിലുള്ള മസാല ഒന്ന് ഫിഷിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ആ ഡ്രൈ ആവും തോറും ഈ ഫിഷിനകത്ത് ഈ മസാല കയറി പിടിക്കും. നല്ല ഡ്രൈ ആകുമ്പോഴത്തേക്കും ഒരു നല്ല ഡ്രൈ ടെക്സ്ചർ ആവും. കണ്ടല്ലോ, മസാല എല്ലാം പറ്റി അങ്ങനെ നമ്മളിപ്പോൾ ഇത് ശരിക്കും ഒന്നുകൂടെ ഒന്ന് മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ കിടുകയായിരിക്കും. ആ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വളരെ ഹെൽത്തിയാണ്, എണ്ണയില്ല. പിന്നെ മത്തി എന്ന് പറഞ്ഞാൽ ഒമേഗ ഫാറ്റി ആസിഡ് 3 അടങ്ങിയിട്ടുള്ള ഫിഷാണ്, നല്ല ഫിഷാണ്. അപ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ഡ്രൈ ആയിരിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പ്ലേറ്റിലാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ വളരെ സിമ്പിൾ റെസിപ്പീസാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി, ഭയങ്കര കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത റെസിപ്പിയാണ്. പക്ഷെ അത്യാവശ്യം നല്ല റെസിപ്പീസാണ്. അപ്പം ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് കാണുക. ഉണ്ടല്ലോ, അപ്പം നമ്മുടെ ഇങ്ങനെ ഈ സാധനങ്ങൾ ഫിഷ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആക്കി വന്നിട്ടുണ്ട്. ഒരു ഫിഷ് ഫ്രൈൻ്റെ ഒരു മോഡൽ തന്നെ ഉണ്ട്, എണ്ണയില്ലാത്ത ഒരു വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലാക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഫിഷും നമുക്ക് ചൂരയോ മത്തിയോ ഞാൻ മത്തിയിലുണ്ടാക്കിയാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനൊപ്പം ആർക്ക് എണ്ണ ആവശ്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഫിഷ് ചോറും ഒരു രസവും ഇതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ അത് എണ്ണയും കൂടുതൽ കൺസ്യൂം ആവില്ല, നിങ്ങൾ ടേസ്റ്റും സെറ്റപ്പാണ്. കുറച്ച് ലൈമും വെജും
ഒണിയനും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റൈസും കൂടെ ആയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടല്ലോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്. ആ എണ്ണയും വേണ്ട, എണ്ണ 0% എണ്ണയാണ്, മനസ്സിലായോ? അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.